അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 157. നിനക്കത് എന്താ മോളെ, വെറുതെ അവന്റെ മുന്നിൽ സ്വയമേ പോയി വീണു കൊടുക്കണോ? കഴിഞ്ഞതൊന്നും മറന്നിട്ടില്ലല്ലോ നീ. അരുന്ധതി സുരഭിക്ക് നേരെ ശബ്ദമുയർത്തി. പക്ഷേ സുരഭി അതൊന്നും കേട്ടതായി പോലും ഭാവിക്കുന്നില്ല. അവള് ബാഗിലേക്ക് വസ്ത്രങ്ങൾ മടക്കി വെക്കുന്ന തിരക്കിലാണ്. ഇന്ന് രാവിലെയാണ് അവൾ മംഗലത്തേക്ക് തിരികെ എത്തിയത്. അരുന്ധതിയോട് അഗ്നി അവളെ വിളിച്ചിരുന്നുവെന്നും സ്നേഹത്തോടെ സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞതും അവരുടെ കണ്ണുമിഴിഞ്ഞു. എങ്കിലും ഉള്ളിൽ ആകെ ഒരു പേടിയും അവരറിയുന്നുണ്ടായിരുന്നു. അഗ്നി അങ്ങനെ സുരഭിയെ വിളിക്കണമെങ്കിൽ അതിനു പിന്നിൽ വല്ല ചതിയും കാണുമെന്നാണ് അരുന്ധതിയുടെ പക്ഷം. പക്ഷെ അവർ പറയുന്നത് എന്തു തന്നെ ആയിരുന്നാലും അതൊന്നും കേൾക്കാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല സുരഭി. അവളുടെ കാതിൽ ഇപ്പോഴും ആർദ്രമായ മോഹിപ്പിക്കുന്ന അഗ്നിയുടെ സ്വരമാണ്. തന്നിലേക്ക് ആദ്യമായി ഒഴുകിയെത്തിയ അവന്റെ വശ്യമായ സ്വരം. അവൾ ഷെൽഫിൽ നിന്നും 2-3 ബോഡി സ്പ്രേയും മറ്റും എടുത്ത് ബാഗിലേക്ക് വെച്ചു. അരുന്ധതിക്ക് എല്ലാം കൂടി കണ്ട് ആകെ വിറഞ്ഞു കയറുന്നുണ്ടായിരുന്നു. സുരഭി, ഞാൻ നിന്നോടാ സംസാരിക്കുന്നേ, നീ ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടോ? അരുന്ധതിയുടെ ക്ഷമ നശിച്ചിരുന്നു. ആ കേട്ടു. അലസമായി മറുപടി കൊടുത്തുകൊണ്ട് അവൾ ഒരു സിറിഞ്ചെടുത്ത് അതിലേക്ക് എന്തോ മരുന്ന് കയറ്റി. അരുന്ധതി ഒരു നെടുവീർപ്പോടെ അത് നോക്കിയിരുന്നു. കയ്യിലേക്ക് ഒരു സോഫ്റ്റായ തുണി വലിച്ചു കെട്ടി അത് കടിച്ചു പിടിച്ചുകൊണ്ട് അവൾ ആ സിറിഞ്ച് അവളുടെ കയ്യിലെ ഞരമ്പിലേക്ക് കുത്തിയിറക്കി. അവളുടെ കണ്ണുകൾ രക്തവർണമായി. കയ്യിൽ ആ ലഹരി കയറിയതിനൊപ്പം അവളുടെ ചുണ്ടിൽ വശ്യമായൊരു ചിരി വിരിഞ്ഞു. കയ്യിലെ സിറിഞ്ച് വലിച്ചെറിഞ്ഞുകൊണ്ട് അവൾ കിതച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു. അഗ്നിയോട് വെറുപ്പ് നിറച്ചിരുന്ന അവളുടെ മനസ്സിൽ അവനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി. പക്ഷെ ഇത്തവണ ആ ഇഷ്ടം അവന്റെ ശരീരത്തോട് മാത്രമായിരുന്നു. അവനറിയണം, അതുമാത്രമാണ് സുരഭിയുടെ ലക്ഷ്യം. മോളെ സുരഭി, നീ അമ്മ പറയുന്നൊന്ന് അവര് പറഞ്ഞു മുഴുവനാക്കും മുന്നേ സുരഭി കൈകൾ ഉയർത്തി അവരെ തടഞ്ഞു. വേണ്ട, ഒന്നും പറഞ്ഞെന്റെ മനസ്സ് മാറ്റാന്ന് കരുതണ്ട. കഴിയില്ല അതിന്. സുരഭി ഇന്ന് കൗസ്തുഭത്തിലേക്ക് പോവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെ എതിർത്താലും പോയിരിക്കും. ചുവന്ന കണ്ണുകളോടെ അവൾ അരുന്ധതിയെ തുറച്ചു നോക്കി. മോളെ, അവര് പേടിയോടെ വിളിച്ചു. നിങ്ങൾ എന്റെ കാര്യത്തിൽ ഇടപെടണ്ട. നിങ്ങൾ ഇന്നലെ ആ മാധവനെ കാണാൻ പോയിട്ട് എന്തായി? പണം വല്ലതും കിട്ടിയോ? സുരഭി അരുന്ധതിയെ ചൂഴ്ന്നു നോക്കി. വെപ്രാളത്തോടെ അവർ വാതിൽക്കലേക്ക് നോക്കി. ഒന്ന് പതിയെ പറ, നിന്റെ അച്ഛനുണ്ട് ഉമ്മറത്ത്. എങ്ങാനും അറിഞ്ഞാ വീട്ടിലേക്കാണെന്നും പറഞ്ഞാ ഇന്നലെ മാധവേട്ടന്റെ ഗസ്റ്റ് ഹൗസിൽ പോയത് ഞാൻ. അതും കഴിഞ്ഞ് വീട്ടിൽ പോയി ഒന്ന് മുഖം കാണിച്ചു പോന്നു. അവര് പതിയെ പറഞ്ഞതും അവൾ അവരെ നോക്കി പുച്ഛിച്ചു. എന്നിട്ട് എത്ര കിട്ടി? അവള് ചോദിച്ചു. 25,000 കിട്ടി. ബാക്കി 25 അക്കൗണ്ടിലിട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെ ദാരിദ്ര്യം പറഞ്ഞതുകൊണ്ട് കിട്ടിയതാ. അവര് ചിരിയോടെ പറഞ്ഞു. എനിക്കൊരു 15,000 വേണം. അവള് പറഞ്ഞതും അരുന്ധതി അവരുടെ ഇടുപ്പിൽ തിരികെ വെച്ച പൈസ പുറത്തേക്ക് എടുത്തു. സുരഭി അവരെ ഒന്ന് നോക്കി. എനിക്കറിയായിരുന്നു നീ പണം ചോദിക്കൂന്ന്. ഇന്നാ 10,000 ഉണ്ട്. അവര് പണം അവൾക്ക് നേരെ നീട്ടി. 10,000? ഇതെന്തിനാ? എനിക്ക് ഒരു 5,000 കൂടെ താ. അവൾ ആജ്ഞാപിച്ചു. ഇല്ല സുരഭി, എൻ്റെ കയ്യിലിപ്പോ ഇത്ര രൂപയുള്ളൂ. ബാക്കിയുണ്ടായിരുന്ന പണം കൊണ്ട് ഞാൻ 2 സാരി വാങ്ങിച്ചു. ഇനി മാധവേട്ടൻ അക്കൗണ്ടിലിട്ട് തരുമ്പോ ഞാൻ നിനക്ക് ട്രാൻസ്ഫർ ചെയ്യാ. അരുന്ധതി വാക്ക് നൽകി. നാശം. സുരഭി പിറുപിറുത്തുകൊണ്ട് പണം വാങ്ങി ബാഗിലേക്ക് വെച്ചു. നീ ഇന്നലെ ആരുടെ കൂടെ ആയിരുന്നു? അരുന്ധതി സുരഭിയെ കൂർപ്പിച്ചു നോക്കി. അത് നിങ്ങൾ അറിയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾ ആരുടെയൊക്കെ കൂടെ പോകുന്നുണ്ടെന്ന് ഞാൻ ചോദിക്കാറുണ്ടോ? ഓ, അതല്ലെങ്കിലും ആ മാധവനല്ലേ ഉള്ളൂ അല്ലേ? അവളുടെ വാക്കിൽ പുച്ഛം കലർന്നു. അരുന്ധതി അവളെ പല്ലുകടിച്ചു നോക്കി. നിന്റെ പ്രായത്തിൽ എൻ്റെ പിറകെ വരാത്തവന്മാര് കുറവായിരുന്നു. അവർക്കൊക്കെ ഒപ്പം അരുന്ധതി അന്ന് പോയത് പണം മോഹിച്ചിട്ടായിരുന്നില്ല. അന്ന് അതൊരു ഹരായിരുന്നു. പക്ഷെ ഇപ്പൊ പണം മാത്രം എൻ്റെ ലക്ഷ്യം. അതിന് ഈ ഒരാൾ തന്നെ ധാരാളം. അരുന്ധതി ചുണ്ടുകൊട്ടി. പിന്നെ സുരഭി ഒന്നും പറയാൻ പോയില്ല. അവൾ ബെഡിലേക്ക് പതിയെ കിടന്നു. നിങ്ങളൊന്ന് ഇറങ്ങിപ്പോ, എനിക്ക് അല്പനേരം ഒന്ന് ഉറങ്ങണം. ആകെ ഒരു ക്ഷീണം പോലെ. അത് കഴിഞ്ഞ് ഉച്ച കഴിയും മുന്നേ പോണെനിക്ക് എൻ്റെ അഗ്നിയുടെ അടുത്തേക്ക്. അവൾ ആഗ്രഹത്തോടെ പറഞ്ഞു. മോളെ സുരഭി, നീ അമ്മ പറയുന്നൊന്ന് കേക്ക്. ആ അഗ്നിയെ നീ ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത്. അരുന്ധതി അവസാന ശ്രമം എന്ന പോലെ ഒന്നുകൂടി പറഞ്ഞു നോക്കി. നിങ്ങളുടെ മകൾ എങ്ങനെ വീണേ? അത് ശ്രദ്ധിക്കാതെ സുരഭി ചോദിച്ചു. അത് അവിടെയുള്ള 2 പിശാചുക്കൾ സ്റ്റെപ്പിൽ എണ്ണയൊഴിച്ച് വീഴ്ത്തിയതാ. അരുന്ധതി വിഷമത്തോടെ പറഞ്ഞതും സുരഭി ചിരിച്ചു. എന്തിന്? അതിനു വേണ്ടി അവളവിടെ എന്തൊപ്പിച്ചു? അവൾ അവരെ സൂക്ഷിച്ചു നോക്കി. അത് ആ ആരവനെ വളയ്ക്കാൻ നോക്കുക സൗബി. ഇപ്പോ ഈ കണ്ട സ്വത്തുക്കളൊക്കെ ഉള്ളവരല്ലേ. അപ്പോ അവനെ കെട്ടിയ എൻ്റെ മോളുടെ ജീവിതം രക്ഷപ്പെടും. പക്ഷെ ആ മീനാക്ഷിയും പിന്നെ ഇവിടുത്തെ അസത്ത് ആ പൊന്നു അതിന് സമ്മതിക്കുന്നില്ല. വെറുതെ ഓരോ പണി കൊടുത്ത് എൻ്റെ മോളെ വിഷമിപ്പിക്കുക. അതല്ലെങ്കിൽ അങ്ങനെയല്ലേ വരൂ. ആ അംബിക മകളെ ഉപദേശിച്ച് വിട്ടേക്കല്ലേ ആരവനെ വളയ്ക്കാൻ. അരുന്ധതി പല്ല് കടിച്ചു. നിങ്ങൾ 2 ദിവസം അവൾ എൻ്റെ കൂടെ വിട്. അവൾക്ക് അത്രയ്ക്ക് മൂത്ത് നിൽക്കുകയാണെങ്കിൽ എൻ്റെ അടുത്തുണ്ട് അതിന് പറ്റിയ ചെക്കന്മാര്. അല്ലെങ്കിൽ സൗബിന്റെ കുറച്ച് ഫ്രണ്ട്സിന് നോട്ടമുണ്ട്. സുരഭി വല്ലാത്ത ഭാവത്തോടെ പറഞ്ഞു. അരുന്ധതി അവളെ ദേഷ്യത്തോടെ നോക്കി. അവള് നിന്നെപ്പോലെ എന്നെപ്പോലെ അല്ല സുരഭി. അങ്ങനെ ആണുങ്ങളുടെ പിന്നാലെ ഈ മോഹം വെച്ച് നടക്കുന്നവളും അല്ല. പണത്തിനോടും സ്വത്തുക്കളോടും അവൾക്ക് ആർത്തിയുണ്ട്. പക്ഷെ അവളൊരിക്കലും നമ്മളെപ്പോലെ ആവില്ല. എന്തിനേറെ നീയും ഞാൻ ഇങ്ങനെ കാണുന്ന പോലും അവൾക്ക് അറിയില്ല. അരുന്ധതി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു.
അതൊക്കെ ഒരുത്തന്റെ ചൂട് തട്ടുമ്പോ അവൾ താനെ മാറിക്കോളും. സുരഭിക്ക് പുച്ഛം. വേണ്ട സുരഭി, നമ്മളും ഇങ്ങനെയൊക്കെ ആയി, അവളെങ്കിലും ഒരു വിവാഹം കഴിച്ച് ജീവിച്ചോട്ടെ. അത് പറയുമ്പോ അവരുടെ ശബ്ദമൊന്നും മാറി. ആഹാ, നിങ്ങൾക്ക് മക്കളോട് ഇത്രയും സ്നേഹോ? ഞാനിങ്ങനെയൊക്കെ പോയപ്പോ നിങ്ങൾ എന്നെ ഇതുപോലെ വിലക്കിയിട്ടുണ്ടോ? സുരഭിക്ക് ദേഷ്യം വന്നു പോയി. അരുന്ധതി ഒന്ന് ചിരിച്ചു. രണ്ടാളോട് സ്നേഹം ഉണ്ട് എനിക്ക്. പക്ഷേ സൗബി ഇങ്ങനൊരു ജീവിതം തിരഞ്ഞെടുക്കാത്തോടത്തോളം അവളെ വെറുതെ വിടല്ലേ വേണ്ടേ? ഇനി എന്തെങ്കിലും ഒരു കാലത്ത് അവൾക്കും നമ്മളെപ്പോലെ ആഗ്രഹം തോന്നിയാ ഞാൻ തന്നെ അവളുടെ ആഗ്രഹം നടത്തി കൊടുക്കും. മാധവേട്ടൻ ഇന്നുകൂടി ചോദിച്ചതേ ഉള്ളൂ, മക്കൾക്ക് ഇതിനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോന്ന്. വശ്യമായ ചിരിയോടെ അവർ ചുണ്ടുകടിച്ചു. എന്തോ അത് കേട്ടപ്പോൾ സുരഭിക്ക് വെറുപ്പാണ് തോന്നിയത്. ഒരു കിളവന്റെ കൂടെ എന്തിന്? അവൾ പുച്ഛത്തോടെ ചോദിച്ചുകൊണ്ട് പതിയെ കണ്ണുകൾ അടച്ചു. അപ്പോഴും തന്റെ ശരീരത്തിലാകെ അഗ്നിയുടെ കൈകൾ അലഞ്ഞു നടക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അതിന്റെ ഫലമായി അവളുടെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അരുന്ധതി അവളെ ഒന്ന് നോക്കി ഡോറടച്ച് പുറത്തേക്ക് പോയി. അപ്പോഴും അഗ്നി എന്ന സുരഭിയുടെ പുലമ്പലുകൾ അരുന്ധതി കേൾക്കുന്നുണ്ടായിരുന്നു. ഈശ്വര, എന്തായിരിക്കും അഗ്നിയുടെ മനസ്സിൽ? അവനൊരിക്കലും ജ്വാലയെ മറന്നുകൊണ്ട് വേറൊരാളെ മോഹിക്കുന്നു തോന്നുന്നില്ല. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാ അഗ്നിക്ക് ജ്വാലയോടുള്ള ഇഷ്ടം. അസ്വസ്ഥമായ മനസ്സോടെ അരുന്ധതി അടുക്കളയിലേക്ക് നടന്നു. അവിടെ അംബിക തിരക്കിട്ട ജോലിയിലാണ്. അരുന്ധതി അവരെ ഒന്ന് നോക്കി ജോലിയിലേക്ക് തിരിഞ്ഞു. രണ്ടുപേരും തമ്മിൽ ഇപ്പൊ അത്ര ചേർച്ചയിലല്ല. പൊന്നു സൗബി എണ്ണൊഴിച്ച് വീഴ്ത്തിയെന്നും പറഞ്ഞ് തലേന്ന് അംബികയോട് വഴക്കിട്ടതാണ് അരുന്ധതി. അംബിക അത് അപ്പോഴാണ് അറിയുന്നത്. പൊന്നു അവരങ്ങനെ ഫോൺ വിളിക്കാറില്ല. പക്ഷെ കാര്യം അറിഞ്ഞപ്പോ അംബികയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി. കയ്യിലിരിപ്പ് നല്ലതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിന്ന് വരും. അംബിക അത്രേ പറഞ്ഞുള്ളൂ. അതോടെ അരുന്ധതിക്ക് കേറി. നിന്റെ മകളാ ചെക്കനെ വളയ്ക്കാനല്ലേടി അങ്ങോട്ട് പോയത്? അരുന്ധതി ദേഷ്യത്തോടെ ചോദിച്ചു. അത് കേട്ടതും അംബിക ദേഷ്യത്തോടെ അതേ ചോദ്യം അവരോടും ചോദിച്ചു. ഒന്നും രണ്ടും പറഞ്ഞ് രണ്ടും കൂടി വഴക്കായി. ഏട്ടത്തിയെന്ന് വിളി മാറി എടി പോടിന്നൊക്കെ ആയി വിളി. കേശവനും രാജനും പ്രശ്നത്തിൽ ഇടപെട്ടിട്ടും പ്രയോജനമൊന്നും ഉണ്ടായില്ല. അവസാനം ഒരുവിധം രണ്ടാളെയും പിടിച്ചു മാറ്റി രണ്ടാളും ചേർന്ന്. തലേ ദിവസത്തെ കാര്യങ്ങൾ ഓർത്തതും അരുന്ധതി അംബികയെ തുറച്ചു നോക്കി. അത് കണ്ട് അംബിക അവരെ നോക്കി പുച്ഛിച്ചു. അരുന്ധതി അവരുണ്ടാക്കി വെച്ച ദോശപാത്രത്തിലേക്ക് ഒന്ന് നോക്കി. കേശവന് അവർക്കും വേണ്ടത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അരുന്ധതിക്ക് മനസ്സിലായി. അവർക്കുള്ള ഭക്ഷണം എടുത്ത് അരുന്ധതിയെ നോക്കി പുച്ഛിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. നാണം കെട്ടവള്, സ്വന്തം മകൻ ചെയ്യില്ല എന്നിട്ടും വല്ല കൂസലുണ്ടോ നോക്കി അവൾക്ക്. പിറുപിറുത്തുകൊണ്ട് ബാക്കിയുള്ള ദോശമാവെടുത്ത് അരുന്ധതി അവർക്കും രാജനുള്ള ദോശ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ അടുക്കള പാചകം രണ്ടായി. ഹാളിലൂടെ ടെൻഷനോട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ജ്വാല. ഇടയ്ക്കിടയ്ക്ക് അവളുടെ കണ്ണുകൾ ഗേറ്റിന്റെ അടുത്തേക്ക് നീളുന്നുണ്ട്. നേരം വൈകുന്നേരത്തോട് അടുത്തിട്ടുണ്ട്. അഗ്നിയാണെങ്കിൽ പതിവില്ലാതെ ഇന്ന് നേരത്തെ ഓഫീസിൽ നിന്നും എത്തിയിട്ടുമുണ്ട്. അവൻ ഹാളിലെ സെറ്റിയിലിരുന്ന് ജ്വാലയെ നോക്കുകയാണ്. ടെൻഷനോടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നവളെ കണ്ട് അവന് ചിരി വരുന്നുണ്ടായിരുന്നു. ജ്വാല പുറത്തേക്ക് നോക്കും, പിന്നെ അഗ്നിയെ നോക്കും. ഇതാണ് കുറച്ചു നേരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അഗ്നിയാണെങ്കിൽ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കാത്ത പോലെ ഫോണിൽ നോക്കിയിരിക്കുകയാണ്. മീനുവും പൊന്നും ടി വി കാണുകയാണ്. കൂട്ടത്തിൽ രണ്ടും കൂടെ നല്ല സംസാരത്തിലുമാണ്. സൗബി രാവിലെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം പുറത്തേക്ക് വന്നു. പിന്നെ റൂമിലേക്ക് പോയി കിടന്നു. അവൾക്ക് ശരീരം മൊത്തത്തിൽ അത്രയും വേദനയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് അവൾ സൈലന്റ് ആണ്. മീനുവും പൊന്നു എന്തോ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നേരെ നോക്കിയത് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ജ്വാലയെ. എടി മീനു, ഇവിടുത്തെ ആരെയും നോക്കുന്നേ? ആരെങ്കിലും വരുന്നുണ്ടോ ഇന്നിങ്ങോട്ട്? കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. പൊന്നു സംശയത്തോടെ ചോദിച്ചു. ആ, എനിക്കറിയില്ല. ഇനി എന്റെ വ്യാസേട്ടനെങ്ങാനും വരുന്നുണ്ടോ എന്തോ. പക്ഷെ ഇന്നലെ വിളിച്ചപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ. കണ്ണ് വിടർത്തിക്കൊണ്ട് മീനു പറഞ്ഞു. ഓ, അവളുടെ ഒരു വ്യാസേട്ടൻ. നിനക്ക് അങ്ങേരുടെ ചിന്ത മാത്രമേ ഉള്ളോ? പൊന്നു പുച്ഛിച്ചു. പിന്നല്ലാതെ. അവള് ചുണ്ടുകൊട്ടി. അല്ലടി, വ്യാസേട്ടൻ നിന്നെ വിളിക്കാറൊക്കെ ഉണ്ടോ? പൊന്നു കുറുമ്പോടെ ചോദിച്ചു. ഇന്നലെ വിളിച്ചായിരുന്നു, എന്നെ വഴക്കു പറയാൻ. മീന് ചുണ്ടു പിളർത്തി. വഴക്കോ? എന്തിന്? പൊന്നുവിന് മനസ്സിലായില്ല. എന്തിനെന്നോ? ഞാനും നീയും കൂടി ഇന്നലെ ഒപ്പിച്ചു വെച്ച പണിക്ക് അഗ്നിയേട്ടൻ വിളിച്ചു പറഞ്ഞതാ പോലും. അവള് മുഖം വീർപ്പിച്ചു. ആണോ? എന്നിട്ട് ഒരുപാട് വഴക്കു പറഞ്ഞോ? ഏയ്, ചെറുതായിട്ട്. പിന്നെയും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയും വഴക്കു പറഞ്ഞാ ഞാൻ നാളെ തന്നെ നാട്ടിലേക്ക് പോകുന്നു. അതോടെ ആളൊതുങ്ങി. മീനു വാപ്പുത്തി ചിരിച്ചു. പൊന്നുവിനും ചിരി വന്നു പോയി. അവര് വീണ്ടും ജ്വാലയെ നോക്കി. എടി ജ്വാലെ, നീ കുറെ നേരമായാലും ഇങ്ങനെ നടക്കുന്നു. ആരെ നോക്കുന്നേ? ആരെങ്കിലും വരാനുണ്ടോ ഇങ്ങോട്ട്? പൊന്നു വിളിച്ചു ചോദിച്ചു. ജ്വാലയും അഗ്നിയും അവരെ നോക്കി. സുരഭി വരുന്ന കാര്യം ആരോടും ഇപ്പൊ പറയണ്ടെന്ന് അഗ്നി തലേന്ന് തന്നെ ജ്വാലയോട് പറഞ്ഞതുകൊണ്ട് ജ്വാല അതൊന്നും ആരോടും ഇതുവരെ പറഞ്ഞിരുന്നില്ല. ഒരാള് വരാനുണ്ട്. അതാരാ മോളെ? അഗ്നിക്കുള്ള ചായയുമായിട്ട് വന്ന ചിത്തു ചോദിച്ചു. അഗ്നി ചിരിയോടെ ആ കപ്പ് വാങ്ങി അമ്മയെ പിടിച്ച് അവൻ അടുത്തിരുത്തി. ദേ ഇരിക്കുന്ന അമ്മയുടെ മോൻ, ആളോട് തന്നെ ചോദിച്ചു നോക്ക്. ജ്വാല അഗ്നിയെ കൂർപ്പിച്ചു നോക്കി. അഗ്നിക്ക് അപ്പോഴും ചിരിയാണ്. ആരാ മോനെ ഗസ്റ്റ്? ചിത്തൂൽ ആകാംക്ഷ. ഇപ്പൊ എത്തും അമ്മയാള്. അവൻ അത്രേ പറഞ്ഞുള്ളൂ. അതേ നിമിഷം തന്നെ മുറ്റത്തൊരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം എല്ലാവരും കേട്ടു. അഗ്നിയുടെ കണ്ണുകൾ ഒന്ന് തിളങ്ങി. ചിത്തുവും മീനുവും പൊന്നു സെറ്റിൽ നിന്ന് എഴുന്നേറ്റു. ആരാണാവോ?
ആലോചനയോടെ പറഞ്ഞുകൊണ്ട് മൂന്നുപേരും പുറത്തേക്ക് നടന്നു. ജ്വാല അഗ്നിയെ ഒന്ന് നോക്കി. എന്തേ നീ പോണില്ലടി പൂച്ചക്കുട്ടി നിന്റെ ചേച്ചിയെ കാണാൻ? ചായ സിപ്പ് ചെയ്തുകൊണ്ട് അഗ്നി കുസൃതിയോടെ ചോദിച്ചു. ഞാനല്ലല്ലോ, ദേവേട്ടനല്ലേ ചേച്ചി ഇങ്ങോട്ട് ക്ഷണിച്ചേ, അപ്പോ പോയി സ്വീകരിക്കേ. ജ്വാല അവനോട് ദേഷ്യത്തോടെ പറഞ്ഞു. ആ അത് ശരിയാ, ഒന്നുമില്ലെങ്കിലും കുറെ ആയില്ലേലേ അവളൊന്ന് കണ്ടിട്ട്, പോയി സ്വീകരിച്ചേക്കാ, അതല്ലേ മര്യാദ. ജ്വാല ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് അവൻ പറയുമ്പോൾ ജ്വാല ചുണ്ടുകുറിപ്പിച്ച് അവനെ നോക്കുന്നുണ്ട്. അഗ്നി ചായക്കപ്പ് മാറ്റിവെച്ച് സെറ്റിന്ന് എഴുന്നേറ്റതും ജ്വാല അവന്റെ നെഞ്ചിൽ കൈവച്ച് തള്ളി അവനെ അങ്ങോട്ട് തന്നെ ഇരുത്തി. എന്താടി പെണ്ണെ നിനക്ക്? അവൻ ചിരിയോടെ ചോദിച്ചു. ദേ ഇവിടെ നിന്നെങ്ങാൻ എണീറ്റ് വന്നാ ശരിയാക്കൂ ഞാൻ. നിങ്ങൾ ഇന്നലെ സുരഭിയച്ചോട് കൊഞ്ചുന്ന കേട്ടപ്പോൾ തൊട്ട് എനിക്ക് ദേഷ്യ. ഇനി ആ മുന്നിലെങ്ങാനും ചെന്ന് നിന്നാ ശരിയാക്കൂ ഞാൻ. ഇങ്ങോട്ട് കയറി വരുമ്പോ കണ്ടാ മതി. അവൾ അവന്റെ മുഖത്തേക്ക് മുഖമടുപ്പിച്ച് ദേഷ്യത്തോടെ പറഞ്ഞു. പെണ്ണിന്റെ മൂക്കുപോലും ദേഷ്യം കൊണ്ട് ചുവന്നിട്ടുണ്ട്. ഞാൻ പോവും. അഗ്നി അവളെ ദേഷ്യം പിടിപ്പിച്ചു. വേണ്ട, ഇവിടെ ഇരുന്നോണം, ഞാനിപ്പോ വരാം. അതും പറഞ്ഞ് അവൾ പുറത്തേക്ക് നടക്കാനൊരുങ്ങി. പക്ഷെ അവൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അഗ്നി പെട്ടെന്ന് ജ്വാലയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവൾ അവന്റെ മടിയിലേക്ക് ഇരുത്തി. ജ്വാല ഞെട്ടിപ്പോയി. ദേവേട്ടാ എന്തേ കാട്ടണേ, വിട്ടേ. അവള് കുതറി നോക്കി. എന്തൊരു കുശുമ്പി എന്റെ പെണ്ണ്, നീ ഇത്രയും കുശുമ്പിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. നിനക്കെന്നെ വിശ്വാസമില്ലേ? അവൻ ആർദ്രമായി ചോദിച്ചു. വിശ്വാസമാണല്ലോ, പക്ഷെ ഇന്നലെ അവരോട് സ്നേഹത്തോടെ സംസാരിച്ചില്ലേ, അതാ എനിക്ക് ദേഷ്യം. ഇനി അങ്ങനെ ചെയ്യില്ല കേട്ടോ, എനിക്ക് ദേവേട്ടനോടൊപ്പം ദേഷ്യം തോന്നും. അവൾ ഉള്ളത് പറഞ്ഞു. ദേഷ്യം വന്നാ എന്തു ചെയ്യുന്നീ, എന്നെ തല്ലുവോ? അവനവളുടെ മൂക്കിൽ തട്ടി. തല്ലൂന്നില്ല, പക്ഷെ ഞാൻ പിന്നെ നമ്മുടെ റൂമിൽ കിടക്കൂല, പൊന്നുന്റെ കൂടെ മീനുന്റെ കൂടെ കിടക്കും, നോക്കിക്കോ. അവള് ഗൗരവത്തോടെ പറഞ്ഞു. ഹമ്പോ, അത്രയും കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കണോ? എനിക്ക് ഈ പെണ്ണ് അടുത്തില്ലാതെ ഉറക്കം വരില്ലല്ലോ. അവൻ അവളുടെ താടിയിൽ പിടിച്ചു കൊഞ്ചിച്ചു. ജ്വാല കള്ളച്ചിരിയോടെ അവനെ നോക്കി. അങ്ങനെയാണെങ്കിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നോണം, ഇല്ലാച്ചാ ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. മാറൊന്ന്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അവനോട് അത്രയും പറഞ്ഞുകൊണ്ട് അവന്റെ കൈകൾ തന്നീന്ന് എടുത്തു മാറ്റി ജ്വാല അവന്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റു. അഗ്നി അവളെ നോക്കി ചുണ്ടുകുറിപ്പി ചുമ്മ കൊടുത്തു. പറഞ്ഞത് മറക്കണ്ട, ഇല്ലെങ്കിൽ ഇനി എന്നും ഇങ്ങനെ ഉമ്മ പറത്തി കളിക്കേണ്ടി വരും, അല്ലാതെ എന്നെ ഉമ്മയ്ക്കാൻ ഞാൻ സമ്മതിക്കൂല. പുച്ഛത്തോടെ അതും പറഞ്ഞുകൊണ്ട് അവള് പുറത്തേക്ക് പോയി. ഒരു ഭീഷണിയുടെ സ്വരല്ലേ ആ കേട്ടെ. എന്റെ മഹാദേവ, ഈ പെണ്ണിന് ഇങ്ങനെയൊക്കെ പറയാനറിയോ? അവൻ ചിന്തിച്ചു പോയി. എന്തായാലും പെണ്ണ് കുറച്ച് പൊസസീവാ, സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാട് അഗ്നി. അവൻ ചിരിയോടെ സ്വയം പറഞ്ഞു. പെട്ടെന്ന് അവന്റെ ചുണ്ടിലെ പുഞ്ചിരി മാഞ്ഞു. ആ മുഖത്ത് ഗൗരവം നിറഞ്ഞു. കൗസ്തുഭത്തിലേക്ക് ആദ്യമായിട്ട് അവസാനമായിട്ടും സ്വാഗതം സുരഭി. അഗ്നി വന്യമായ മുഖത്തോടെ പറഞ്ഞു. ഇതാരാമ്മേ, കുറെ നേരം ആയല്ലോ കാറിനകത്തന്നെ ഇരിക്കാൻ തുടങ്ങിയിട്ട്, എന്താ ഇറങ്ങാത്ത ആവോ? പൊന്നു ചിത്തുവിനോട് ചോദിച്ചു. ആ അറിയില്ല മോളെ, അതാ ഞാനും ആലോചിക്കുന്നേ. ചിത്തുവും പറഞ്ഞു. ഇനി വീട് മാറി വന്ന ആരെങ്കിലും ആവോ? മീനു കാറിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഏയ് അങ്ങനെ ആവില്ല. ചിത്തു കാറിലേക്ക് തന്നെ ഉറ്റുനോക്കി. അതേ നിമിഷം തന്നെ ജ്വാല സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി വന്നു. കാറിനകത്തിരുന്ന് എല്ലാവരെയും നോക്കിയ സുരഭിയുടെ കണ്ണുകൾ ജ്വാലയെ കണ്ടതും ദേഷ്യം കൊണ്ട് ചുവന്നു. കണ്ണിലെ സൺഗ്ലാസ് തലമുടിയിലേക്ക് ഉയർത്തി വെച്ചവൾ ജ്വാലയെ തന്നെ നോക്കി. ഒരു യെല്ലോ കളർ ടീഷർട്ടും ബ്ലാക്ക് നീ ലെങ്ത് സ്കേർട്ടുമാണ് ജ്വാല ഇട്ടിരിക്കുന്നത്. ആ വേഷത്തിൽ അവളുടെ സൗന്ദര്യം ഒന്നുകൂടി ജ്വലിക്കുന്നത് പോലെ സുരഭിക്ക് തോന്നി. അത്രമേൽ ഭംഗി. സുരഭിക്ക് അസൂയ തോന്നി. പിന്നെ എന്തോ ഓർത്തതുപോലെ ആ അസൂയ പുച്ഛത്തിലേക്ക് വഴിമാറി. എന്ത് സൗന്ദര്യം! ഈ സൗന്ദര്യം കണ്ടു അനുഭവിച്ചു മടുത്തതുകൊണ്ടായിരിക്കില്ലേ അഗ്നി ഇപ്പോ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച്? അവൾ ഓർത്തു. അതെ, അങ്ങനെ തന്നെയാ. അവളെക്കാൾ നല്ലതിപ്പോ ഞാനാണെന്ന് തോന്നുന്നുണ്ടാവും അഗ്നിക്ക്. അവളിൽ വല്ലാത്തൊരു ചിരി തെളിഞ്ഞു. ഇത്രയും നേരം അവൾ കാത്തിരുന്നത് അഗ്നി വന്ന് തന്നെ ക്ഷണിച്ച് അകത്തേക്ക് കൊണ്ടുപോവാനാ. അവന്റെ കാർ പോർച്ചിൽ കിടക്കുന്നത് അവൾ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ നേരം ഇത്രയായിട്ടും അവനിറങ്ങി വരാത്തതിൽ സുരഭിയുടെ മുഖം വാടി. അറിഞ്ഞില്ല അഗ്നി ഞാൻ വന്നത്? അവൾ സ്വയമേ ചോദിച്ചു. ഒന്ന് നിശ്വസിച്ചുകൊണ്ട് സൺഗ്ലാസ് നേരെ ഇറക്കി വെച്ച് മുടി ഒതുക്കി വെച്ച് അവൾ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ജ്വാല ഒഴുകി ബാക്കിയെല്ലാവരും അത് ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു. സുരഭി കാറിൽ നിന്ന് ഇറങ്ങിയതും ഡ്രൈവർ കാർ അല്പം കൂടി മുന്നോട്ട് നീക്കിയിട്ടു. ചിത്തുവും പൊന്നു മീനു ആകാംക്ഷയോടെ അങ്ങോട്ട് നോക്കി. എന്നാൽ മുന്നിൽ ചിരിയോടെ നിൽക്കുന്ന സുരഭിയെ കണ്ട് പൊന്നു ചിത്തു ഞെട്ടി. തുടരും.